സഞ്ചാരമായി ജീവിതം അലഞ്ഞോടിയും ഞൊറിഞ്ഞാടിയും വെയിൽ ചില്ലയിൽ ജീവിതം ഈ പാതയിൽ തീപ്പാതയിൽ നിൻ തേടലായി ജീവിതം പൊടിക്കാറ്റിലെ മലർത്തല്ല് പോൽ പറന്നോടും ഈ ജീവിതം നിഴൽ പോലൊന്നു ചേർന്നേ നമ്മൾ താനേ നോവ് മൂടി നമ്മൾ റൂഹിൽ തന്നെ വാഴും ക്രിസ്ത തേടിപ്പോകും ഓരോ ദൗരം തുടരുകയോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അടുത്ത വീഡിയോ നമ്മൾ അയോധ്യയാണ്. നമ്മളിവിടുന്ന് ബസ്സിനാണ് കേട്ടോ അയോധ്യയിൽ പോകുന്നത്. ഒരുമാതിരി പരിപാടിയാണ്. സഞ്ചാരമായി ജീവിതം അലഞ്ഞോടിയും ഞൊറിഞ്ഞാടിയും വെയിൽ ചില്ലയിൽ ജീവിതം മണിക്കൂറിൻ്റെ യാത്രയിൽ ഞങ്ങൾ അയോധ്യ എത്തുന്നതിന് വെറും 2 മണിക്കൂർ മാത്രം. 2 കിലോമീറ്റർ മാത്രം. നോക്കിയല്ലോ ഫ്രൂട്ട്സ് എന്തെങ്കിലും വാങ്ങാം. കുളിർ പെയ്തുവോ വിഷാദങ്ങൾ മറഞ്ഞെങ്ങോ മുകിൽ മാല പോലവേ അകക്കണ്ണിൽ തെളിഞ്ഞേതോ ദിശാസൂചിക സഞ്ചാരമായി 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 ജീവിതം അലഞ്ഞോടിയും ഞൊറിഞ്ഞാടിയും വെയിൽ ചില്ലയിൽ ജീവിതം ഈ പാതയിൽ ഈ പാതയിൽ आपका नाम क्या है भैया? അങ്ങനെ നമ്മൾ അയോധ്യയിൽ വന്ന അച്ഛനും അമ്മയും സ്റ്റോറി शतयोजन शतशतयोजन शरधिनियोजन शरपरिलङ्घनने हरिभाजन हरिभाजन हरिमदभाजन दशमुखकम्पण बडवाकृत बडबडवाकृत बडबाणलकृत बहुभस्मार्चन जय केतन जय जय केतन जय हय प्रापुन जय मिडदापुगने रघुनन्दन रघुरघुनन्दन रघुवर सेवन रघुपति चायन शतयोजन शतशतयोजन शरधिनियोजन शरपरिलङ्घन हरिभाजन हरिभाजन हरिमदभाजन दशमुखकम्पण बडवाकृत സ്ഥലങ്ങളൊക്കെ എടുക്കട്ടെ भैया इसमें देखो. शतयोजन शतशतयोजन शरधिनियोजन शरपरिलङ्घन हरिभाजन हरिभाजन हरिमदभाजन दशमुखकम् ചെറിയ ചെറിയ ഷോപ്പുകളുണ്ടാവും.
फ़ोन में चार्ज करना चाहिए उधर चार्जिंग पोर्ट है उधर आप टेबल के साथ आपको वहाँ चार्जिंग पिन मिल जाएगी चार्जिंग पॉइंट है क्या ഫോണിൽ തീരെ ചാർജില്ല. എന്താ അവസ്ഥ? അങ്ങനെ ഒരു 15 മിനിറ്റോളം റിക്ഷയിൽ ട്രാവൽ ചെയ്തിട്ട് നമ്മൾ റാം മന്ദിറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ അച്ഛന്, അമ്മ, ഞാൻ, സുമീഷേൻ്റെ ഫാമിലി ആയിട്ട് ഞങ്ങളിപ്പോൾ റാം മന്ദിർക്ക് നടന്നുകൊണ്ടിരിക്കും. സുമിഷ ദീദി അങ്ങനെ ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇപ്പോൾ എത്തുന്നതിൽ ഒരുപാട് നേരം ഇങ്ങനെ നടക്കുന്നത്. ഇതിൻ്റെ എൻട്രി എവിടെയാണെന്നൊന്നും നമുക്കറിയില്ല. ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ അവിടെ കുറച്ച് മുന്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ദൂരം നടന്നു, ഇനി നടക്കാണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരു പഴയ ബിൽഡിംഗ് കൂടെ കാണും. അപ്പോൾ നമ്മളെ ഇതെന്തോ ഇതാണ് അയോധ്യ എന്ന്. അപ്പോൾ അങ്ങോട്ട് നോക്കി കുറേ നേരം നിന്ന് ഭായിമാരോടൊക്കെ ചോദിച്ച് അപ്പോൾ പറഞ്ഞു ഇവിടെ അല്ല ഇനിയും നടക്കാനുണ്ട് എന്നാണ്. അങ്ങനെ അടുത്തത് മുന്നിക്ക് ഇനിയും അടുത്ത് നടക്കുകയാണ്. ഹനുമാൻ്റെ ടെമ്പിൾ വരെ എത്തിയപ്പോൾ ഇനി ഇവിടുന്ന് കുറച്ചും കൂടി ഉള്ളൂ എന്നാണ് പറയണത്. അപ്പോൾ ഇനി ഇതാണ് ഹനുമാൻ്റെ ടെമ്പിൾ കേട്ടോ. നമ്മൾ ആദ്യം കയറേണ്ടത് ഇവിടെയാണെന്നൊക്കെയാണ് പറയണത്. പക്ഷേ നമുക്ക് സമയം വളരെ പരിമിതമാണ്. ഇനി ഇവിടുന്ന് ഗുരുവായൂരല്ലല്ലോ, നമുക്ക് ഇവിടുത്തെ വൃന്ദാവനം പോകാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു നടത്തം ഇനി കണ്ടിന്യൂ ചെയ്തിട്ട് വേഗം രാമമന്ദിരേക്കാണ് പോണത്. രാമമന്ദിറിൽ തൊഴുതിട്ട് നേരെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത ബസ് പിടിച്ചിട്ട് നമുക്ക് ഇവിടെ പോകണം. എവിടെ? വൃന്ദാവനത്തിൽ. ഗുരുവായൂർ എന്നാണ് മനസ്സിൽ വരുന്നത്. എപ്പോഴും ഗുരുവായൂരിക്കാണല്ലോ പോണത്. സൺസെറ്റൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ മുന്നോട്ട് ഒരുപാട് നേരമായിട്ടോ മുന്നോട്ട്. ഇതിപ്പോൾ എപ്പോൾ എത്തുന്നു എവിടെ എത്തുന്നൊന്നും ആർക്കും ഒരു ഐഡിയ ഇല്ല. ഇങ്ങനെ നടക്കണ്. ഇപ്പോൾ എത്തുന്നുള്ളൊരു ഐഡിയ വെച്ച് ഇങ്ങനെ പോണ്. അതുകൊണ്ട് ക്ഷീണങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ ഓട്ടോ ഇറങ്ങിയതിന് ശേഷം ഫുള്ള് പറഞ്ഞാണെങ്കിൽ ഇപ്പോൾ സ്ട്രീറ്റാണ് കാണാനുള്ളത്. സ്ട്രീറ്റിൽ എന്താ ഷോളുകൾ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഒട്ടുമിക്ക സാധനങ്ങളും ഇവിടെ കിട്ടേണ്ടതാണ്. നമുക്കിപ്പോൾ അതൊന്നും ചെക്ക് ചെയ്യാനുള്ള സമയമില്ല. നമ്മൾ വേഗം രാമമന്ദിരയ്ക്ക് പോവാം. വാടുന്നൊരൻ മിഴിപ്പീലിൽ വാത്സല്യമേ കുളിർ പെയ്തുവോ, വിഷാദങ്ങൾ മറഞ്ഞെങ്ങോ മുകിൽ മാല പോലവേ, അകക്കണ്ണിൽ തെളിഞ്ഞേതോ ദിശാസൂചിക. ഞാൻ ബ്ലോഗ് റൂമിൽ അമ്മയ്ക്ക് നല്ല പരിചയം വരുമ്പോൾ പോകണുണ്ട്. അങ്ങനെ നടന്ന് അവസാനം നമ്മൾ രാമമന്ദിറിൻ്റെ ഫ്രണ്ടിലെത്തി. ഇതാണ് കേട്ടോ രാമമന്ദിറിൻ്റെ എൻട്രി വരുന്നത്. അതായത് ഫസ്റ്റ് നമ്മൾ കയറുന്ന ഭാഗം. തുടരുകയോ പശുക്കളൊക്കെ അമ്മ കുരങ്ങന്മാര്. ശതയോജന ശതശതയോജന ശരധിനിയോജന ശരപരിലംഘന. രഘുനന്ദന രഘുനന്ദന രഘുവര സേവന രഘുപതി ശായന. കുറച്ച് ദൂരം ഇങ്ങനെ നടക്കാനുണ്ട് കേട്ടോ. ശതയോജന ശതശതയോജന ശരധിനിയോജന ശരപരിലംഘന. ലെഫ്റ്റ് സൈഡിലാണ് ടെമ്പിളും തോന്നണേ. അറ്റ് ലാസ്റ്റ് നമ്മളെ ലക്ഷ്യത്തിലെത്തി. ഇതാണ് രാമമന്ദിർ.
റാം മന്ദിറിൽ ഇനി നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ ലോക്കറിൽ വെക്കണം. ഒരു സാധനം അലൗഡ് അല്ല. അപ്പോൾ വീഡിയോൻ്റെ കാര്യം പറയാമല്ലോ, വീഡിയോ നമുക്ക് അകത്തേക്ക് എടുക്കാൻ പറ്റില്ല. ഈ റാം മന്ദിറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് ശ്രീരാമൻ ജനിച്ചു വളർന്നത് എന്നാണ് ഐതിഹ്യം പറയണത്. അപ്പോൾ ശ്രീരാമൻ്റെ കുഞ്ഞു ശ്രീരാമനായിട്ടാണ് ഇവിടെ അങ്ങനെ പറഞ്ഞു കേട്ട് അത്ര തിരക്കിലൊന്നും പെടാതെ നമുക്കങ്ങനെ തിരക്കൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. നല്ല സുഖമായിട്ട് തൊഴുതു. അതുപോലെ തന്നെ നമുക്കൊന്ന് പ്രസാദം കിട്ടി. അമ്പലം എന്ന് പറയുകയാണെങ്കിലല്ലോ കണ്ടെന്ന് അതൊന്നും മാഞ്ഞു പോണില്ല. അത്രയും അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അയോധ്യ. അമ്മയ്ക്ക് ഇനിയും അതിൻ്റെ ഉള്ളിൽ നിന്ന് കയറിയാൽ കൊള്ളാന്നൊക്കെ ഉണ്ട്. സംഭവം ഉണ്ടായിരുന്നു. ശരിക്കും തൊഴുകാൻ പറ്റി, തിരക്കൊന്നുമില്ല. ഇപ്പം തിരക്കായിരുന്നു, പക്ഷെ ഞങ്ങൾ കയറിയിട്ടൊക്കെ തിരക്കൊന്നുമില്ല. ഫുള്ള് കാണിക്കാൻ പറ്റില്ല, ഒരു ഇതന്നെ കേട്ടോ സംഭവം. എൻ്റെ പ്രസാദം കഴിച്ചോളൂ കഴിച്ചോളൂ. നമ്മൾ ഷോപ്പിങ്ങിന് വന്നതാണ് ഗൈസ്. ഇതെന്താണ്?